മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവിനോട് ദുആ ചെയ്യാ പോകുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കട്. 36 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ കൊറോണ കൂടിയിട്ട് ലെൻസിൽ മുഴുവനും ബാധിച്ചിട്ട് അതാ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ അകത്ത് കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു മരണമെടുത്തിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയുമില്ല. 48 മണിക്കൂറിന്റെ മുമ്പ് ഈ മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞ് എഴുതി തെള്ളുകയാ. 36 വയസ്സുള്ള 2 പിഞ്ചുമക്കളുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് ഐസിയുവിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, ആ മുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാൻ പേടിച്ച് കരയുകയാ. പടച്ചവരെ, മരിക്കാൻ മരണമെടുത്തത് കൊണ്ട് കരയുകയാണെന്ന് കരുതിയിട്ട് ഡോക്ടർ അടുത്തു പോയി നിന്ന് സമാധാനിപ്പിക്കുകയാ. 36 വയസ്സുള്ള ഉസ്താദ്, അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ഉസ്താദ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അവസാന സമയം ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് കരയുകയാ. നേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മരണം അടുത്തു, ഇനി മരുന്നുകളൊന്നുമില്ല, കുടുംബക്കാരോട് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഉസ്താദ് കിടന്ന് കരയുമ്പോ ഈ അമുസ്ലിമായ ഡോക്ടർ അടുത്തു പോയി നിന്നിട്ട് വിചാരിച്ചു മരിക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും. അടുത്തുപോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു, എല്ലാ മരുന്നുകളും കൊടുത്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് നിങ്ങൾ കരയുകയാണോ? ആ സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അതെപ്പോഴായാലും എൻ്റെ മരണം വരും. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? ഞാൻ എൻ്റെ വയല് നിർത്തുകയാ. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? ആ 36 വയസ്സുള്ള ഉസ്താദ് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, മരിക്കാൻ പോകുകയല്ലേ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുകയല്ലേ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ, എൻ്റെ കയ്യിൽ അമലുകളില്ലല്ലോ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് കരയുമ്പോ കുടുംബക്കാർ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? എന്തിനാ തങ്ങളെ കരയണേ? നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, എന്തിനാ കരയണേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാത്ര വലുതാണല്ലോ, എൻ്റെ കയ്യിൽ നന്മയില്ലല്ലോ. എൻ്റെ